അപ്പോൾ നാം കഴിഞ്ഞ പാർട്ടിലൂടെ മോഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചാണ്. നമുക്കറിയാം ചലനം പലവിധമുണ്ട്. ഇവിടെ സ്ക്രീനിൽ 3 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ എന്താണ് കാണുന്നത്? ഒരു പെൻസില് ഷാർപ്പ്നർ ഉപയോഗിച്ച് ഷാർപ്പൻ ചെയ്യാണ്. അവിടുത്തെ മോഷൻ എങ്ങനെയാണ്? അവിടെ അതിൻ്റെ ആക്സിസിൽ അത് സ്വയം കറങ്ങാണ്, അത് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ പിക്ചർ എന്താണ്? ഒരു കോമ്പസ് ഉപയോഗിച്ചൊരു സർക്കിൾ വരയ്ക്കാണ്. ഇവിടെ എന്താണ്? ഒരു സർക്കുലാർ പാത്തിലൂടെയാണ് മോഷൻ സംഭവിക്കുന്നത്. ഇവിടെ അടുത്ത ചിത്രം ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാണ്. അപ്പോൾ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ് മോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് എന്താണ് മനസ്സിലായി. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടൈപ്സ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിറ്റുവേഷനാണ് അടുത്ത് പറയുന്നത്. അത് ഏത് പെൻസിലിൻ്റെ മോഷനിൽ പെടും എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ ഒന്നാമത്തേത് എന്താണ്? ഇവിടെ ഒരു കല്ല് കയറിൽ കെട്ടി കുട്ടി കറക്കുകയാണ്. രണ്ടാമത്തേത് എന്താണ്? അത് ഇവിടെ ഒരു പമ്പരം കറങ്ങാണ്. അതുപോലെ അടുത്തത് ഒരു മാവിൽ നിന്ന് മാങ്ങ നെട്ടറ്റ് വീഴാണ് ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തത് എന്താണ്? അടുത്തത് ഒരു വീലിൻ്റെ റൊട്ടേഷൻ ആണ് പറയുന്നത്. പിന്നെ ഒരു ലിഫ്റ്റിൻ്റെ മോഷൻ, ലിഫ്റ്റിൽ ചലനാണ് പറയുന്നത്. അടുത്തത് എന്താണ്? ഒരു ടോയ് ട്രെയിന് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ മോഷനുമായി ബന്ധപ്പെട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് എന്താണ്? നമ്മൾ പറഞ്ഞു പെൻസിൽ ഷാർപ്പൺ ചെയ്യാണ്. അപ്പം അതിൻ്റെ മോഷനുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ എങ്ങനെയാണ് ഷാർപ്പൺ ചെയ്യുമ്പോൾ അതെന്താണ്? അതിൻ്റെ ആക്സിസിൽ, ഇറ്റ്സ് ഓൺ ആക്സിസിൽ എന്താണ്? അത് സ്വയം റൊട്ടേറ്റ് ചെയ്യാണ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പം അതിലേതൊക്കെ പെടും? നമുക്ക് റൊട്ടേഷൻ ഓഫ് ടോപ്പ് നമുക്ക് പറയാം. എന്താണ് റൊട്ടേഷൻ ഓഫ് ടോപ്പ്? ഇതിൽ പെടുന്നതാണ്. എന്താണ്? പമ്പരം കറങ്ങുക, അതെന്താണ്? അതിൻ്റെ ആക്സിസിൽ കറങ്ങുകയാണ്, അപ്പോൾ അതിൽ പെടുന്നു. പിന്നെ എന്താണ്? വെഹിക്കിളിൻ്റെ എന്താണ്? വീലുകളുടെ മോഷൻ ഇതിൽ പെടും. രണ്ടാമത്തെ അതെന്താണ്? രണ്ടാമത്തേത് നമുക്ക് പറഞ്ഞു അതൊരു സർക്കുലാർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏത് പറയാം? സ്വില്ലിങ് എ സ്റ്റോൺ ടൈഡ് ടു എ റോപ്പ്. ഒരു റോപ്പ് ഉപയോഗിച്ച് എന്താണ്? ഒരു കല്ല് കറക്കാണ്. അതെന്താണ്? അവിടെ സർക്കുലർ പാത്തിലാണ് മോഷൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടോയ് കാറിൻ്റെ മോഷനും സർക്കുലർ പാത്തിലൂടെയാണ്. അവസാനത്തെ എന്താണ്? അത് സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ പെടുന്നത് എന്താണ്? ഒരു മാംഗോ ഫാളിങ് ഡൗൺ, ഒരു മാങ്ങ നെട്ടറ്റ് വീഴാണ് മരത്തിൽ നിന്ന്. അടുത്തത് എന്താണ്? ലിഫ്റ്റിൻ്റെ മോഷന്, ലിഫ്റ്റ് മുകളിലേക്കും താഴോട്ടുള്ള മോഷനും ആണ് ഇതിൽ പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ലീനിയർ മോഷൻ. നമ്മൾ പഠിച്ചു എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ഒരു സ്കെയിൽ ഉപയോഗിച്ച് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാണ്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെയാണ് മോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അത് ലീനിയർ മോഷൻ എന്ന് പറയാം, അഥവാ നേർരേഖ ചലനം. രണ്ടാമത്തത് എന്താണ്? ദ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് റൊട്ടേഷൻ. അവിടെ എന്താണ്? ഒരു ബോഡിയുടെ ഒരു കക്ഷത്തെ അടിസ്ഥാനമാക്കി, സ്വന്തം കക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ദ മോഷൻ അലോങ് എ സർക്കുലർ പാത്ത് ഈസ് സർക്കുലർ മോഷൻ. നമ്മൾ പറഞ്ഞു എന്താണ്? കോമ്പസ് ഉപയോഗിച്ച് പെൻസിലിനോട് വൃത്തം വരക്കുക, അതെന്താണ്? സർക്കുലർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? വൃത്തപാതയിലൂടെ എന്താണ്? സർക്കുലർ പാത്തിലൂടെയുള്ള ഒബ്ജക്റ്റിൻ്റെ മോഷനെയാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3
മോഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷന് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.